കഴിഞ്ഞ ഒരു ദിവസം നമ്മളെ ഇവിടെ ഡോക്ടറോട് ചോദിക്കാമെന്നുള്ള ലൈവ് പ്രോഗ്രാമിൽ ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടി എനിക്ക്. ആ സമയത്ത് ലൈവായിട്ട് ഒരു സഹോദരി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഓട്ടിസം ആയിരുന്നു വിഷയം. അപ്പോൾ ആ സമയത്ത് ചോദിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് 3 മക്കളാണുള്ളത്. അപ്പോൾ മുതിർന്ന മോളെ വിവാഹം കഴിഞ്ഞ് പറഞ്ഞയച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മോന് പിന്നെ മൂന്നാമത്തെ മോള് തന്നെയാണ്. ഈ രണ്ടാമത്തെ മോന് 20 വയസ്സായിട്ടുണ്ട്. പിന്നെ ചെറിയ മോളെന്ന് പറഞ്ഞാൽ അത്ര ചെറുതൊന്നുമല്ല, ഒരു 10-12 വയസ്സ് പ്രായമുള്ള. 2 പേർക്കും ഓട്ടിസം അല്ല, ഒരു മെൻ്റലി റിട്ടയർഡാണ്. ഓട്ടിസത്തിൻ്റെ ആ ഒരു ഭിന്നശേഷിക്കാരാണ് എന്തായിരുന്നാലും. എന്നിട്ട് ഈ സ്ത്രീ വളരെ സങ്കടത്തോടു കൂടിയിട്ട് ഒരുപാട് സമയം വിളിച്ചിങ്ങനെ പറയാണ്, ഡോക്ടറോട് പറയാണ്, എൻ്റെ വീട്ടിൽ ഇനി പൊട്ടിക്കാൻ ബാക്കിയൊന്നുമില്ല. പാത്രങ്ങൾ മുഴുവൻ ഇപ്പോൾ ഞാൻ സ്റ്റീൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാത്റൂമിൻ്റെ ടൈലുകൾ, എന്തെങ്കിലും ഒരു അവർക്ക് പറ്റാത്തൊരു കാര്യം വരികയാണെങ്കിൽ എല്ലാം അടിച്ച് തകർക്കുക, പൊട്ടിക്കുക എന്നുള്ളതാണ്. രാത്രി പിന്നെ ഒരുമിച്ച് കിടക്കും, കുറ്റിയിടും. കാരണം രാത്രി പിന്നെ എഴുന്നേറ്റിട്ട് പോവുകയാണെന്നാണ്. പോയിട്ട് എന്താണ് ചെയ്യുകയെന്ന് പറയാൻ പറ്റില്ല. അയൽ വീടുകളിൽ പോയിട്ട് ചിലപ്പോൾ അക്രമാസക്തമാവുന്നുണ്ട്. ആ സഹോദരി ലാസ്റ്റ് പറയുന്നത്, ഞാനിപ്പോൾ ഇത്രയും സമയം ഇത് പറഞ്ഞ് ഡോക്ടർ എന്നോട് കുറേ നിർദ്ദേശങ്ങൾ തന്നു, വലിയ സന്തോഷമായിട്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, അപ്പോൾ അതിനെ തുടർന്ന് വേറെ പല ആളുകളും വിളിച്ചു. എന്നിട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്നുള്ള ഒരു മെസ്സേജാണ് അല്ലേ. മനുഷ്യന്മാർക്ക് പലപ്പോഴും മറ്റൊരാളെ കേൾക്കാൻ സാധിക്കുന്നില്ലേ എന്നുള്ളൊരു വലിയ ചോദ്യം ഈ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ചോദിക്കേണ്ടതെന്നുള്ളതാണ്. ഈ കൗൺസിലിങ് കാര്യങ്ങൾക്കൊക്കെ പ്രയാസങ്ങൾ, ഭയങ്കര പ്രയാസം, പ്രതിസന്ധി, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കൗൺസിലിങ്ങിന് വരുന്ന ആളുകളുണ്ട്. അവരെ പലപ്പോഴും അവർ വന്നിരുന്നാൽ അവർക്ക് ഒരു പരിഹാര മാർഗവും അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേ വരാറില്ല. അവരുടെ സ്വസ്ഥമായിട്ട് ഒരു മണിക്കൂറോ അരമണിക്കൂറോ അതിൽ കൂടുതലോ ഒന്ന് കേൾക്കാനിരുന്നാൽ തന്നെ അവരുടെ പ്രയാസവും ഭാരവും ഒക്കെ പൂർണ്ണമായും എന്ന് പറയുന്ന രൂപത്തിൽ ഇറങ്ങിപ്പോകും. അത് കേൾക്കാൻ സമയമുണ്ടാവുക, അങ്ങനെ ജീവിതത്തിൽ പിന്നെ സ്വന്തമായി കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അത് മാത്രമല്ല സഫീർ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമൂഹം ഇത്തരക്കാരായ ആളുകളോട് കാണുന്നത്, ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു കുട്ടി ഉണ്ടെങ്കിൽ, ഈ സഹോദരിക്ക് 2 കുട്ടികളുണ്ട്, വിവാഹങ്ങൾക്ക്, സൽക്കാരങ്ങൾക്ക്, മരണ വീടുകൾക്ക് ഇവർക്കൊന്നും പോകാൻ പലപ്പോഴും ഈ സ്ത്രീക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ് അല്ലേ. അങ്ങനെയുള്ള ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടുകാരനുഭവിക്കുന്ന ടെൻഷൻ, അവിടെ നമുക്കൊരൊറ്റ നിർദ്ദേശം മാത്രമേ കൊടുക്കാനുള്ളൂ. ഇവിടെ നിങ്ങൾ പരമാവധി ക്ഷമിച്ച് നിങ്ങൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്ത്, അല്ലാതെ എന്താ അവരോട് പറയാൻ പറ്റുക? ഞാൻ ആലോചിക്കണത്, ഈ 2 ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഉമ്മ പ്രയാസം പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, ആ ഉമ്മക്ക് കിട്ടുന്ന ഒരു കൂലി ആലോചിക്കുക നമ്മൾ. ആ 2 കുട്ടികളെ നമുക്കിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ മക്കളുള്ള ആളുകളാണ്. ആ ഒരു പ്രയാസം അവർക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ, ആ കുട്ടിയെല്ലാം പൊളിക്കുന്നു, എവിടെയും പോകാൻ പറ്റണില്ല. പക്ഷെ എന്നിട്ടും ഇപ്പോഴൊക്കെ പിന്നെ ചില രാജ്യങ്ങളിലെ ചില വാർത്തകളൊക്കെ അത്തരം കുട്ടികളെ കൊല്ലാനുള്ള വിധികൾക്ക് തേടി പോകുന്ന രക്ഷിതാക്കളൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണത്. അത് മാത്രമല്ല, അന്ന് ഡോക്ടർ ഷെയർ ചെയ്തൊരു കാര്യം, കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കേരളത്തിൽ മാത്രം 56ഓളം രക്ഷിതാക്കൾ, ഇതുപോലെയുള്ള ഭിന്നശേഷിക്കാരായ മക്കളുടെ രക്ഷിതാക്കൾ ആ കുട്ടികളെ കൂട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെയാണ് സമൂഹത്തിന് വലിയ റോളുകൾ ഇത്തരം മേഖലയിൽ ഉണ്ട് എന്നുള്ളത് കൂടി ബോധ്യപ്പെടുത്താനാണ് ആ ഒരു അനുഭവം ഞാൻ എന്ത് ചെയ്യുന്നത്. തീർച്ചയായും സമൂഹത്തിന് ഇതിന് വലിയൊരു മെസ്സേജ് ഉണ്ട്. ഈ ചില ആളുകൾ എന്താ വെച്ചാൽ, ഈ കുട്ടികളുടെ കണ്ടാൽ ഓനെന്താ കളിക്കണത്, അതൊരു പ്രാന്തനാണ് എന്നൊക്കെയുള്ള രൂപത്തിൽ ആ കുട്ടിയെ കൊണ്ട് കളിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ കളികളെ ഒരു തമാശയായി കണ്ട് ആക്കുന്നൊരവസ്ഥയാണ് ശരിക്ക് സമൂഹത്തിൽ കുറേ ആളുകൾക്കുള്ളത്. നമ്മൾക്കത് ചിരിയാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് അതൊരു വേദനയാണ് എന്നൊരു തിരിച്ചറിവുണ്ടായാൽ, അതുകൊണ്ട് സമൂഹം ഇത്തരം ആളുകളോടൊക്കെ ഒരു എന്താ പറയുക, അവരോട് നല്ലൊരു ബന്ധമാണ്, എംപത്തറ്റിക് അപ്രോച്ച് ഇതാക്കിയിട്ട് അതോ നമ്മുടെ കൂടെ കൂട്ടി നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും സാധിക്കുമെങ്കിൽ അതൊക്കെ ചെയ്ത് അവരുടെ ആ വേദനയിൽ, പ്രത്യേകിച്ചും രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ഒരു വേദനയിൽ ഒരല്പം ആശ്വാസം നൽകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അത് അവർ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീത്ത് ഉണ്ടല്ലോ, സുറൂറുൻ തുദ്ഖിൽഹു ഫി ഖൽബിൽ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കലാണ്
നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മകളിൽ ഒന്നാണ്. അതെ അതെ ഏറ്റവും വലിയ അത് നമ്മുടെ മുസ്ലിം സഹോദരൻ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ മനസ്സിൽ നമ്മളെക്കൊണ്ട് സന്തോഷമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്പം നേരെ ഓപ്പോസിറ്റ് നമ്മൾ ആലോചിച്ചാൽ എന്താണ്, അതെ അതെ മുസ്ലിമിനെ പ്രയാസപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്നുകൂടി ഒരു സന്ദേശപ്പെടും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെന്നല്ല ഏത് രൂപത്തിലുള്ള ആളുകളായിരുന്നാലും ആളുകളൊക്കെ ചേർത്ത് പിടിക്കാൻ, ഒരാളെയും നമ്മൾ മാറ്റി നിർത്താതെ മറ്റുള്ളവരുടെ മനസ്സിൽ തീ കോരിയിടുന്നൊരു പെരുമാറ്റം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നാണ്